ഋതുഭേദങ്ങളും സമയവും എന്ന ചാപ്റ്ററിലെ കുറേ ഭാഗങ്ങൾ കഴിഞ്ഞ 1-2 ക്ലാസ്സിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാന ഭാഗം, അന്താരാഷ്ട്ര ദിനാങ്കരേഖ. പഠിക്കുന്ന ടോപ്പിക്കാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ. ഒരു രേഖാംശരേഖയാണത്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്താണല്ലോ രേഖാംശരേഖയുടെ എണ്ണം 360 എണ്ണം ഉണ്ട് എന്നുള്ളത്. നമുക്ക് പഠിക്കാനുള്ളത് അന്താരാഷ്ട്ര ദിനാങ്കരേഖയെക്കുറിച്ച്. 180 ഡിഗ്രി രേഖാംശരേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ. 180 ഡിഗ്രി, അതിൻ്റെ ഡിഗ്രിയാണ് 180 ഡിഗ്രിയാണ്. ഈ രേഖ ഒരു രാജ്യത്തിലൂടെയും കടന്നു പോകുന്നില്ല. എല്ലാ രേഖാംശരേഖകളും നേർരേഖയിലാണ്. നോക്കൂ, ഗ്രീൻസ് രേഖ നേർരേഖയാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ 15 ഡിഗ്രി നേർരേഖയാണ്, അങ്ങനെ വരുന്നുണ്ട്. 30 ഡിഗ്രി ഇതാ നേർരേഖയാണ്. ഇതാ 15 ഡിഗ്രി നേർരേഖയായിട്ട് പോകണം. 30 ഡിഗ്രി ഇതാ നേർരേഖയായിട്ട് പോകുന്നു. എല്ലാ രേഖാംശങ്ങളും നേർരേഖയാണ്. എന്നാൽ അന്താരാഷ്ട്ര ദിനാങ്കരേഖ മറ്റു രേഖാംശരേഖകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അല്പം വളഞ്ഞു തിരിഞ്ഞ് പസഫിക് സമുദ്രത്തിൽ ബെറിങ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. 180 ഡിഗ്രി രേഖാംശരേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ. ഒരു രാജ്യത്തിലൂടെയും ആ രേഖ കടന്നു പോകുന്നില്ല. ഈ രേഖ കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ കരഭാഗങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് പസഫിക് സമുദ്രത്തിലൂടെയാണ് ആ രേഖയെ ക്രമീകരിച്ചിട്ടുള്ളത്. ഏതാ സമുദ്രം? പസഫിക് സമുദ്രം. ഇതാണ് ആ രേഖ. ശരിക്കും ഈ രേഖ ഇങ്ങനെ പോകേണ്ടിയിരുന്നു, ഇങ്ങനെയാണ് രേഖ പോവേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ രേഖ പോയി കഴിഞ്ഞാൽ നോക്കൂ, റഷ്യ എന്ന രാജ്യത്തിലൂടെ കടന്നു പോകും. അത് ഒഴിവാക്കണം. എന്താ ഒഴിവാക്കാനുള്ള കാരണം നമ്മൾ ചർച്ച ചെയ്യാം. കുറച്ചുകൂടി ഞാൻ പറഞ്ഞുതരാം. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ രേഖയെ അറേഞ്ച് ചെയ്തു. ഇങ്ങനെ ഈ രൂപത്തിൽ അല്പം വളഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെയാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതേ രൂപത്തിൽ ആ രേഖ ക്രമീകരിക്കുന്നില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ റഷ്യ എന്ന രാജ്യത്തൂടെ കടന്നു പോകും. അപ്പോൾ റഷ്യ എന്ന രാജ്യത്തിൽ 2 കഷ്ണം, ഒരു ചെറിയ പീസ് ഇവിടെ കിടക്കുന്നുണ്ട്, വലിയൊരു പീസ് ഇവിടെയുണ്ട്. അപ്പോൾ ആ രാജ്യത്തൂടെ കടന്നു പോയ ചില ബുദ്ധിമുട്ടുണ്ട്, പ്രയാസങ്ങളുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ രേഖയെ ബെറിങ് കടലിടുക്കിലൂടെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇതാണ് ബെറിങ് കടലിടുക്ക്. ഈ രൂപത്തിലാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്ന 180 ഡിഗ്രി രേഖാംശ രേഖയെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി ഞാൻ വേറെ രൂപത്തിൽ പറയാതെ, ഓക്കെ, ഈ കാര്യം ഞാനൊന്ന് വരച്ച് ചെയ്തു തരാം. ഇത് 0 ഡിഗ്രി രേഖാംശ രേഖ, പേരെന്താ? ഗ്രീൻസ് രേഖ. ഓക്കെ, ഗ്രീൻസ് രേഖയുടെ കിഴക്കാണിത്. ഇതോ പടിഞ്ഞാറ്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു, കിഴക്കോട്ട് പോകുന്തോറും സമയം കൂടി വരും, പടിഞ്ഞാറോട്ട് പോകുന്തോറും സമയം കുറഞ്ഞു വരും. ഇന്നലെ ചർച്ച ചെയ്തതല്ലേ? അപ്പോൾ ഞാൻ ഓരോ രേഖാംശങ്ങളും മാർക്ക് ചെയ്യാണ്. ഇവിടെ സമയമേഖല മാർക്ക് ചെയ്യാണ്. ഇവിടെ 0 ഡിഗ്രി രേഖാംശ ഗ്രീൻസ് രേഖ, 15 ഡിഗ്രി കിഴക്ക്, 30 ഡിഗ്രി, 45, 60, 75, 90, 105, 120, 135, 150, 165, 180. ഇനി അതേപോലെ പടിഞ്ഞാറോട്ടും 15, 30, 45, 60, 75, 90, 105, 120, 135, 150, 165, 180. നോക്കാം. ഇവിടെ ഗ്രീൻസ് രേഖയിലെ സമയം തിങ്കളാഴ്ച രാവിലെ 8 AM. തിങ്കളാഴ്ച രാവിലെ 8 മണിയാണ് സങ്കല്പിക്കുക. എവിടെ? ഗ്രീൻസ് രേഖയിൽ. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്താണത്. എങ്കിൽ ഇവിടെ 15 ഡിഗ്രി സമയം എത്രയായിരിക്കും? 9. ഇവിടെ 10. ഒക്കെ AM ആണ്. ഇതോ 11, ഇതോ 12, ഇതോ 1 മണി, 1 PM അല്ലേ? ഇതൊക്കെ AM ആണ്. ഇതൊക്കെ AM. 8 AM കഴിഞ്ഞാൽ 9 AM, 10 AM, 11 AM. ഉച്ചക്ക് നൂൺ എന്നാ പറയാ. ഉച്ചക്ക് 12 മണിയെ പറയാ, നൂൺ എന്നാ പറയേണ്ടത് കറക്റ്റ്. ദെൻ 1 PM, 2 PM, 3 PM, 2 PM, 3 PM, 4 PM, 5 PM, 6 PM, 7 PM, 8 PM, 8 മണി, രാത്രി 8 മണി. എവിടെ? 180. ഇനി അതേപോലെ ഇങ്ങോട്ട് പോവാം നമ്മൾ.
ഇവിടെ തിങ്കളാഴ്ച രാവിലെ 8 മണിയാണ്, എവിടെ? ഗ്രീൻസിൽ. എങ്കിൽ പടിഞ്ഞാറോട്ട് സമയം ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റ് കുറയുന്നു എങ്കിൽ 15 ഡിഗ്രിക്ക് 60 മിനിറ്റ് കുറയുന്നു. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കുറയുന്നു. അപ്പോൾ ഇവിടെ 8 മണിയാണെങ്കിൽ ഇവിടെ 7 AM, ഇവിടെ 6 AM, ഇവിടെ 5 AM, 4 AM, 3 AM, 2 AM, 1 AM, 1 മണി, രാത്രി 1 മണി, 12. ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ തിങ്കളാഴ്ച ആകുള്ളൂ. രാത്രി 12 മണി മുതലല്ലേ പുതിയ ദിവസം ഉണ്ടാവുന്നത്. ഇനി ഇവിടെ വരിക 11 PM. 11 PM എന്ന് പറഞ്ഞാൽ തലേ ദിവസമാണ്. ഇതൊക്കെ തിങ്കളാഴ്ചയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് 12 മണിക്ക് മുമ്പുള്ള ഈ സമയങ്ങൾ 11 മണിക്ക് എന്താണ്? ഞായറാഴ്ച, ഞായറാണത്. എങ്കിൽ ഇവിടെ 11 PM ഞായറാണെങ്കിൽ ഇവിടെ 10 PM ഞായർ, ഇവിടെ 9 PM ഞായർ, ഇവിടെ 8 PM ഞായർ. കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇതാണ് ഇപ്പോൾ നമ്മൾ 180 ഡിഗ്രി രേഖാംശ രേഖ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖയാണിത്. നമ്മൾ നേരത്തെ കണ്ട രാജ്യം റഷ്യ എന്ന രാജ്യത്തോടെ കടന്നു പോകണം സങ്കല്പിക്കുക. ഇതിങ്ങനെ റഷ്യ എന്ന രാജ്യത്തിൻ്റെ വലിയൊരു ഭാഗം ഇവിടെ ഉണ്ട്. ഈ റഷ്യ എന്ന രാജ്യത്തോട് നേർരേഖയായിരുന്നുവെങ്കിൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ മറ്റുള്ള എല്ലാ രേഖാംശ രേഖകളെയും പോലെ നേർരേഖയായിരുന്നുവെങ്കിൽ അത് റഷ്യയിൽ ഇങ്ങനെ കടന്നു പോവും. അത് കടന്നു പോയി കഴിഞ്ഞാൽ നോക്കൂ, റഷ്യൻ്റെ ഈ ഭാഗത്തൊക്കെ നോക്കൂ 180, ശരിക്ക് രേഖാംശങ്ങൾ 360 നമ്മൾ ചർച്ച ചെയ്തു. അതിൽ ഗ്രീനിച്ചിൻ്റെ കിഴക്കോട്ട് 180 രേഖാംശ രേഖ എടുക്കും, പടിഞ്ഞാറോട്ട് 180 വരക്കും. 180 360. അതിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചാൽ എത്തുന്ന 180ാമത്തെ രേഖയും ഇങ്ങോട്ട് വരച്ചാൽ എത്തുന്ന 180ാമത്തെ രേഖയും രണ്ടും സെയിം ആണ്, ഒന്നാണ്. കാരണം ഭൂമി ഉരുണ്ടതാണ്, പരത്തിയതാണ് ഭൂപടം, പത്തിരിയല്ല ഭൂപടം. നോക്കാം. അപ്പോൾ ഈ 180 ഡിഗ്രി രേഖാംശ രേഖ റഷ്യയുടെ കടന്നു പോയി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, ഇത്രയും റഷ്യയുടെ ഈ നമ്മൾ ഈ വരച്ചത് പ്രകാരം റഷ്യയുടെ ഈ ഭാഗത്ത് തിങ്കളാഴ്ച, റഷ്യയുടെ ഇത്രയും പ്രദേശത്ത് തിങ്കൾ. ഈ 180 കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തേക്ക് ഭാഗമല്ലേ, ഈ ഇപ്പുറത്തുള്ള ഭാഗം പടിഞ്ഞാറിൻ്റെ ഭാഗമാണ്. ഞാൻ കാണിക്കാം മാപ്പിൽ അത്. അപ്പോൾ നോക്ക്, ഈ 180 ഡിഗ്രി 180 ഡിഗ്രി ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ റഷ്യൻ്റെ ചെറിയ പീസ് ഇവിടെ കിടക്കുന്നുണ്ട്. അത് ഇവിടെ കിടക്കുന്നു. ഇതാണ് സാധനം. അപ്പോൾ ഈ 180ൻ്റെ പുറത്തുള്ള ഈ പീസ് പടിഞ്ഞാറിൻ്റെ ഭാഗമാണ്. പടിഞ്ഞാറിൻ്റെ ഭാഗമാണെങ്കിൽ ഇതാ ഇവിടെ വരുമ്പോൾ ആ പടിഞ്ഞാറ് ഭാഗത്ത് 9 PM ഞായറാഴ്ച വരുന്നത്. അങ്ങനെ ഞായറാഴ്ച വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, അപ്പോൾ റഷ്യൻ്റെ ഈ ഭാഗത്ത് തിങ്കളാഴ്ചയും ഈ ഭാഗത്ത് ഞായറാഴ്ചയാവും. ഒരു രാജ്യത്ത് കുറച്ച് ഭാഗത്ത് ഒരു ദിവസം, കുറച്ച് ഭാഗത്ത് വേറെ ദിവസം. ഒരു ഭാഗത്ത് ഞായറാഴ്ച, ഒരു ഭാഗത്ത് തിങ്കളാഴ്ച. ഒരു രാജ്യത്ത് ഒന്നിൽ കൂടുതൽ സമയമായി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ദിവസമായാലോ അതിനേക്കാൾ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഒരു രാജ്യത്ത് ഒന്നിൽ കൂടുതൽ ദിവസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയെ ഇങ്ങനെ വന്ന് ഇതേപോലെ ബെറിങ് കടലിലൂടെ ഇങ്ങനെ ക്രമീകരിച്ചു, വളഞ്ഞു തിരിഞ്ഞ് ക്രമീകരിച്ചു ആ രേഖയെ. ശരിക്കും ഇങ്ങനെ പോകേണ്ടിയിരുന്നത് ആ രേഖ ഈ രൂപത്തിൽ ഇങ്ങനെ പോകേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രാജ്യത്തൂടെ കടന്നു പോവും. അങ്ങനെ ആകുമ്പോൾ ആ രാജ്യത്ത് ഒന്നിൽ കൂടുതൽ ദിവസങ്ങൾ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ രേഖയെ പൂർണ്ണമായിട്ടും കടലിലൂടെ ക്രമീകരിച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റും, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 17 കയ്യിലുണ്ടാവും. 16 ഹെഡിങ് കണ്ടില്ലേ നിങ്ങൾ? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന ഹെഡിങ് കണ്ടില്ലേ? അതിന് താഴെ ഒരു പട്ടിക കണ്ടോ? ആ പട്ടികയ്ക്ക് ശേഷമുണ്ട് ആ ചിത്രം. ഞാൻ വരച്ചതുപോലെ ഏകദേശം ഒരു ബ്രോക്കർ ലൈൻ കാണാൻ പറ്റും. അവിടെ ഒരു ഏന്ന് മാർക്ക് ചെയ്ത സ്ഥലം കണ്ടോ? പോയിന്റ് കണ്ടോ? ആ ഏന്ന് മാർക്ക് ചെയ്ത സ്ഥലത്ത് കൂടെ ശരിക്കും ആ രേഖ കടന്നു പോകേണ്ടിയിരുന്നത്. ആ ഏയുടെ കടന്നു പോയാൽ ആ രാജ്യത്തിൽ കൂടെ ആവും. ആ രാജ്യത്തൂടെ ആ രേഖ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വ്യത്യസ്ത ദിവസങ്ങൾ ഉണ്ടാവും. ഇറ്റ് വിൽ ക്രിയേറ്റ് ലോട്ട് ഓഫ് കൺഫ്യൂഷൻ, ഒരുപാട് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രേഖയെ പൂർണ്ണമായിട്ടും കടലിലൂടെ ക്രമീകരിച്ചത്. മനസ്സിലായോ? നമ്മൾ ചർച്ച ചെയ്തത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഡിഗ്രി എത്ര? 180 ഡിഗ്രി. 180 ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഈ രേഖ ഒരു രാജ്യത്തിലൂടെയും കടന്നു പോകുന്നില്ല. ഈ രേഖ കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ കരഭാഗങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് പസഫിക് സമുദ്രത്തിലൂടെയാണ് ഈ രേഖയെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി
അവിടെ വിമാനമാർഗം കപ്പൽ മാർഗമൊക്കെ സഞ്ചാരികൾ സഞ്ചരിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വാച്ചിലും മൊബൈലൊക്കെ നമ്മൾ ദിവസം മാറ്റേണ്ടി വരും. അതൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നോക്ക്, ഇത് കിഴക്കാണ്, ഈ ഭാഗം ഗ്രീൻസിൻ്റെ കിഴക്കാണിത്. 180 കഴിഞ്ഞാൽ പിന്നെ ഇത് 180 ഡിഗ്രിയാ. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തുള്ള ഈ ഭാഗം പടിഞ്ഞാറിൻ്റെതാണ്. ഇതുവരെ കിഴക്ക. ഈ 180 ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തുള്ള എടുത്താ ഈ പടിഞ്ഞാറുള്ള ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തിങ്കളാഴ്ച, ഇവിടെ ഞായറാഴ്ചയാണ്. അപ്പൊ നോക്കൂ, ഒരു വ്യക്തി, ഇത് കിഴക്കല്ലേ, ഒരു വ്യക്തി, ഒരാൾ മിസ്റ്റർ എ, ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇയാൾ തിങ്കളാഴ്ച നേരം വെളുത്തേക്ക് പാന്റ് കുപ്പായൊക്കെ ഇട്ട് ഇങ്ങോട്ട് മുറിച്ചു കിടന്നു. വിമാനമാർഗമോ കപ്പൽ മാർഗമോ മുറിച്ചു കിടന്നു, അങ്ങോട്ട് യാത്ര ചെയ്തു. അപ്പൊ തിങ്കളാഴ്ച നേരം വെളുത്ത ഉടനെ തന്നെ ഈ ഭാഗത്തുനിന്ന്, ഇത് കിഴക്ക് ഭാഗമാണ്, ഗ്രീമിച്ചിന്റെ കിഴക്കാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അന്താരാഷ്ട്ര ദിനാങ്കരേഖന്റെ പടിഞ്ഞാറ് ഭാഗമാണിത്. പക്ഷെ നമ്മൾ ഗ്രീമിച്ചിന്റെ കിഴക്കാ പറയുന്നത്. ഒരാൾ ഈ കിഴക്ക് ഭാഗത്തുനിന്ന്, ഗ്രീമിച്ചിന്റെ കിഴക്ക് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മുറിച്ചു കിടന്നു. അപ്പൊ തിങ്കളാഴ്ച നേരം വെളുത്ത ഉടനെ തന്നെ ഇങ്ങോട്ട് മുറിച്ചു കിടക്കുകയാണെങ്കിൽ അവിടെ ഞായറാഴ്ച കാലം. ഒരാൾ ഈ കിഴക്ക് ഭാഗത്തുനിന്ന്, ഈ ഭാഗം മൊത്തം കിഴക്ക്, ഈ കിഴക്ക് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മുറിച്ചു കിടന്നു. അപ്പോൾ തിങ്കളാഴ്ച നേരം വെളുത്ത ഉടനെ തന്നെ ഇങ്ങോട്ട് പോരുമ്പോൾ അവിടെ എത്തിയ സ്ഥലത്ത് എന്താണ് ദിവസം? ഞായറാഴ്ച. അയാൾക്ക് ഇന്നലെ ഇവിടെ ഞായറാഴ്ച കിട്ടിയതല്ലേ, ഇന്നലെ ഇവിടെ ഞായറാഴ്ച കിട്ടിയതല്ലേ, പിന്നെ ഒരു ഞായറാഴ്ച കിട്ടൂല അയാൾക്ക്. അപ്പം അയാൾക്ക് ഒരു ദിവസം അധികം കിട്ടി, കഴിഞ്ഞു പോയൊരു ദിവസം കൂടി അയാൾക്ക് കിട്ടുകയാണ്. എക്സാമ്പിൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടുന്ന് തിങ്കളാഴ്ച നേരം വെളുത്ത ഉടനെ തന്നെ ഇങ്ങോട്ട് മുറിച്ചു കിടന്നു. അപ്പോൾ അവിടെ എന്താ ദിവസം? ഞായർ. അപ്പോൾ അയാൾക്ക് ഇന്നലെ ഇവിടെ ഞായറാഴ്ച കിട്ടിയതാ, അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച കിട്ടുകയാണ്. അപ്പോൾ അയാൾക്ക് ഒരു ദിവസം അധികം കിട്ടും, കഴിഞ്ഞു പോയൊരു ദിവസം കൂടി കിട്ടിപ്പോകുന്ന അയാൾക്ക്. നേരെ തിരിച്ച് ഇത് ശരിക്കും പടിഞ്ഞാറ് ഭാഗം. പടിഞ്ഞാറ് ഉദ്ദേശിച്ചത് 180 കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തുള്ള ഈ ഭാഗം ഇവിടെ ഉള്ളതാണത്. ഒരാൾ അവിടുന്ന് ഇപ്പൊ നോക്കും, ഞായറാഴ്ച, ഇവിടുന്ന് ഞായറാഴ്ച നേരം വെളുത്ത ഉടനെ തന്നെ എന്താ ഈ വ്യക്തി എന്ത് ചെയ്തു? ഇവിടുന്ന് ഇങ്ങോട്ട് മുറിച്ചു കിടന്നു എന്ന് പറയുമ്പോൾ ഇത് പടിഞ്ഞാറാണ്, പടിഞ്ഞാറിന് കിഴക്കോട്ട് മുറിച്ചു കിടന്നു. ഞായറാഴ്ച നേരം വെളുത്ത ഉടനെ തന്നെ അയാൾ ചായ ഒക്കെ കുടിച്ച് പേനും കുപ്പായൊക്കെ ഇട്ട് ഈ ഭാഗത്തേക്ക് മുറിച്ചു കിടന്നു. അപ്പോൾ അതേകാലം ദിവസം തിങ്കളാഴ്ച. ഈ രേഖ മുറിച്ചു കിടന്നാൽ മതി, അപ്പോഴേക്ക് ദിവസം മാറി, തിങ്കളാഴ്ചയായി. അയാൾക്ക് ഞായറാഴ്ച എന്നുള്ള ദിവസം ജീവിക്കാൻ കിട്ടിയോ? ഇല്ല. അപ്പം അയാൾക്കൊരു ദിവസം നഷ്ടപ്പെട്ടില്ലേ? ആർക്ക്? ആ മുറിച്ചിടുന്ന വ്യക്തിക്ക്. അതാണ്. അപ്പോൾ ഈ രേഖയുടെ ഇരുവശങ്ങളിൽ 2 വ്യത്യസ്ത ദിവസങ്ങളായിരിക്കും. രേഖയുടെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ ഇരുവശങ്ങളിൽ 2 വ്യത്യസ്ത ദിവസങ്ങളായിരിക്കും. വൺസ് അഗെയിൻ, 180 ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഈ രേഖ ഒരു രാജ്യത്തിലൂടെയും കടന്നു പോകുന്നില്ല. ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ കരഭാഗങ്ങളെയും ദ്വീപുകളെയും പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് പസഫിക് സമുദ്രത്തിലൂടെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കാരണം ഈ രേഖയുടെ ഇരുവശങ്ങളിൽ 2 വ്യത്യസ്ത ദിവസങ്ങളായിരിക്കും. ഇവിടെ മറ്റൊരു പോയിന്റ്, ആരെങ്കിലും ഈ കിഴക്ക് ഭാഗത്തുനിന്ന് പടിഞ്ഞാറോട്ട് മുറിച്ചു കിടന്നാൽ തിങ്കളാഴ്ചയുള്ളത് ഞായറാഴ്ച അയാൾക്ക് ഒരു ദിവസം അധികം കിട്ടും. പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് കിഴക്കോട്ട് മുറിച്ചു കിടന്നാൽ ഞായറാഴ്ചയുള്ളത് തിങ്കളാഴ്ചയായി, അയാൾക്ക് ഞായറാഴ്ച എന്ന ദിവസം ജീവിക്കാൻ കിട്ടിയില്ല, അപ്പോൾ അയാൾക്ക് ഒരു ദിവസം നഷ്ടപ്പെട്ടു. അതാണ് ഈ രേഖയുടെ പ്രത്യേകത. കിട്ടിയോ? അപ്പം നമ്മൾ ഈ രേഖ മുറിച്ചെടുക്കുമ്പോൾ നമ്മളെ വാച്ചിൻ്റെ സമയം ദിവസം ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മാറുമോ, നമ്മൾ മാറ്റണം. മൊബൈലിലെ ഡേറ്റൊക്കെ നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വരും. ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ചർച്ചാ വിഷയം. പലപ്പോഴും പരീക്ഷ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: മറ്റു രേഖാംശ രേഖകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളഞ്ഞ് ക്രമീകരിച്ചിരിക്കുന്ന രേഖാംശ രേഖയുടെ പേരെന്ത്, എന്തുകൊണ്ട്? എല്ലാ രേഖാംശങ്ങളും നേർരേഖയിലാണ്, പക്ഷേ ഒരു രേഖാംശ രേഖ മറ്റു രേഖാംശ രേഖകളും തികച്ചും വ്യത്യാസമുണ്ട്. അങ്ങനെ ക്രമീകരിച്ച രേഖയുടെ പേരെന്ത്? എന്താ പേര്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. എന്തുകൊണ്ടാണ് അങ്ങനെ ക്രമീകരിച്ചിട്ടുള്ളത്? അപ്പോൾ ഇതിന് ആൻസർ, ഈ രേഖയുടെ ഇരുവശങ്ങളിൽ 2 വ്യത്യസ്ത ദിവസങ്ങളായിരിക്കും. അപ്പോൾ അതൊരു രാജ്യത്തൂടെ കടന്നു പോയാലോ? അപ്പോൾ നോക്ക്, നിങ്ങൾ ആലോചിച്ച്, ഈ രാജ്യത്തൂടെ ഇങ്ങനെ ക്രമീകരിച്ചു, ഇവിടെ തിങ്കളാഴ്ച, ഇവിടെ ഞായറാഴ്ചയും. അപ്പോൾ ഒരാൾ ഈ രേഖ ജീവിക്കുന്നുണ്ട്, അയാൾക്ക് ഏത് ദിവസം ഉണ്ടാകുക? ഈ രേഖ ഒരു രാജ്യത്തൂടെ കടന്നുപോയി, ഇവിടെ തിങ്കളാഴ്ച, ഇവിടെ ഞായറാഴ്ചയാണ്. അപ്പോൾ ഇവിടെ തിങ്കളൊക്കെ അംഗീകരിച്ചു, പക്ഷെ ഈ രേഖ ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഏത് ദിവസം ഉണ്ടാവും? ഉച്ചവരെ ഞായറും ഉച്ചയ്ക്ക് ശേഷം തിങ്കളും അങ്ങനെ ആക്കാൻ പറ്റുമോ? അതൊന്നും പറ്റൂല. അവനവൻ്റെ സൗകര്യത്തിനാക്കാനൊന്നും പറ്റൂല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രേഖയെ ഈ രൂപത്തിൽ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി കിഴക്ക് ഭാഗത്തുനിന്നും പടിഞ്ഞാറോട്ട് മുറിച്ചു കിടന്നാൽ ഒരു ദിവസം
അധികം കിട്ടും. പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കിഴക്കോട്ട് മുറിച്ച് കിടന്നാൽ ഒരു ദിവസം നഷ്ടപ്പെടും. അണ്ടർസ്റ്റാൻഡ്? ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിലെ തിയറി. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ടൈം കാൽക്കുലേഷൻ, സമയം കണക്കൂട്ടാൻ. എന്തായാലും പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഭാഗമാണത്, സമയം കണക്കൂട്ടാൻ. 1 മാർക്കിന് 1 ചോദ്യം, അപ്പോൾ 2 3 ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ 3 മാർക്കിന് ചോദ്യം വരുന്നൊരു ഭാഗമാണ് സമയം കണക്കൂട്ടൽ. നമുക്ക് ഗുണിക്കാനോ ഹരിക്കാനൊക്കെ അറിയില്ലേ? അതന്നെ അറിഞ്ഞാൽ മതി, എന്നാൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സമയം കണക്കൂട്ടുന്ന കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഒരു ചോദ്യം തരാം. ഗ്രീൻസ് സമയം, ചോദ്യം എഴുതിയെടുത്തോളൂ കേട്ടോ. ഗ്രീൻസ് സമയം തിങ്കളാഴ്ച രാവിലെ 8 മണിയായിരിക്കുമ്പോൾ, ഗ്രീൻസ് സമയം തിങ്കളാഴ്ച രാവിലെ 8 മണിയായിരിക്കുമ്പോൾ താഴെ നൽകിയ രേഖാംശങ്ങളിലെ സമയം കണ്ടെത്തുക. ഗ്രീൻസ് സമയം തിങ്കളാഴ്ച രാവിലെ 8 മണിയായിരിക്കുമ്പോൾ താഴെ നൽകിയ രേഖാംശങ്ങളിലെ സമയം കണ്ടെത്തുക. ഇനി താഴെ രേഖാംശം തരണ്ടേ? എഴുതിക്കോളൂ, താഴെ എഴുതുക. 30 ഡിഗ്രി കിഴക്ക്, 60 ഡിഗ്രി കിഴക്ക്, 90 ഡിഗ്രി കിഴക്ക്, ദെൻ 45 ഡിഗ്രി പടിഞ്ഞാറ്, 60 ഡിഗ്രി പടിഞ്ഞാറ്. ഒന്നുകൂടി ഞാൻ പറയുന്നേ. ഗ്രീൻസ് സമയം തിങ്കളാഴ്ച രാവിലെ 8 മണിയായിരിക്കുമ്പോൾ താഴെ നൽകിയ രേഖാംശങ്ങളിലെ സമയം കണ്ടെത്തുക. താഴെ നൽകിയ രേഖാംശങ്ങൾ 30 ഡിഗ്രി കിഴക്ക്, 60 ഡിഗ്രി കിഴക്ക്, 90 ഡിഗ്രി കിഴക്ക്. ദെൻ പടിഞ്ഞാറ് 45 ഡിഗ്രി പടിഞ്ഞാറ്, 60 ഡിഗ്രി പടിഞ്ഞാറ്. 2 രൂപത്തിൽ ഇത് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം നിങ്ങളെ പുസ്തകത്തിലുള്ള രൂപത്തിലാണ് പറയണത്. പിന്നെ നമുക്കൊരു എളുപ്പവഴി ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാർഗം സ്വീകരിക്കാം. മാത്സ് അല്ല, കറക്റ്റ് മാത്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഓരോ സ്റ്റെപ്പിനും വഴിക്കൊക്കെ മാർക്കുണ്ട്. ഇതല്ല, ഉത്തരം ശരിയാണോ 1 മാർക്ക് ഉണ്ടാവും. അപ്പോൾ ചെയ്ത മാർഗം നിങ്ങൾക്ക് ഏത് മാർഗം സ്വീകരിക്കാം, മാർഗം നോക്കണ്ട, ഉത്തരം ശരിയായാൽ മതി. നോക്ക്, ഗ്രീൻസ് സമയമാണ് തിങ്കളാഴ്ച രാവിലെ 8 മണി. 0 ഡിഗ്രിയിലെ സമയം തിങ്കളാഴ്ച രാവിലെ 8 മണി. നിങ്ങളോട് ചോദിച്ചത് കിഴക്ക് 30 ഡിഗ്രിയിലെ ടൈം, കിഴക്ക് 60 ഡിഗ്രിയിലെ സമയം, കിഴക്ക് 90 ഡിഗ്രിയിലെ സമയമാണ് നിങ്ങളോട് ചോദിച്ചത്. അതേപോലെ പടിഞ്ഞാറ് 45 ഡിഗ്രിയിലെ സമയം ചോദിച്ചു, ഒപ്പം 60 ഡിഗ്രിയിലെ സമയമാണ് നിങ്ങളോട് ചോദിച്ചത്. ഇത് കണ്ടെത്താനുള്ള വഴി, ഇപ്പോൾ ഗ്രീൻസ് സമയം തിങ്കളാഴ്ച രാവിലെ 8 മണി തന്നു. 8 മണി ആയാൽ ഈ 30 ഡിഗ്രിക്ക് ആദ്യം ഞാൻ കിഴക്ക് ചെയ്യാം. 3 കിഴക്കും ചെയ്യാണ്. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90, 3 നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ചെയ്യാനുള്ള മാർഗം, ഭൂമിക്ക് 1 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം എത്രയാണ്? നേരത്തെ നമ്മൾ പഠിപ്പിച്ചല്ലേ, എത്രയാണ്? യെസ്, 4 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 8 മണിയാണെങ്കിൽ ഈ 30 ഡിഗ്രി സമയം എത്രയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? കണ്ടെത്താനുള്ള വഴി ഞാൻ ആദ്യം പുസ്തകത്തിലെ മെത്തേഡ് ചെയ്യാണ്. 30 × 4. എവിടുന്നാ × 4 കിട്ടിയത്? ഭൂമിക്ക് 1 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 4 മിനിറ്റ് പഠിപ്പിച്ചല്ലേ. അപ്പോൾ 30 × 4 ഗുണിച്ചു നോക്കുക. അറിയില്ലേ? 4 0 0 4 3 12. അപ്പോൾ ഗ്രീൻസ് സമയത്തേക്കാൾ 120 മിനിറ്റ് വ്യത്യാസമുണ്ട് 30 സമയത്തിന്. ഇത് കിഴക്കാണ്. കിഴക്കാവുമ്പോൾ സമയം കൂടുന്നു. ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റ് കൂടുന്നു നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം 30 ഡിഗ്രി ആവുമ്പോൾ 120 മിനിറ്റ് കൂടും. 120 മിനിറ്റ് കൂട്ടാൻ നമുക്ക് കഴിയില്ല. അപ്പം അതിനെ മണിക്കൂറിലേക്ക് മാറ്റുക. എങ്ങനെ മണിക്കൂറിലേക്ക് മാറ്റുക? 60 മിനിറ്റ് അല്ലേ 1 മണിക്കൂർ. അപ്പം ഈ 120നെ 60 കൊണ്ട് ഹരിക്കുക. 120 ഹരിക്കണം 60. 6ന്റെ ഗുണനപ്പട്ടിക അറിഞ്ഞാൽ മതി. ഇവിടെ 0 0 വെട്ടിപ്പോകാം, നമ്മൾ വെട്ടണില്ല, അവിടെ നോട്ടെ. എന്തിനാ വെറുതെ വെട്ടി നശിപ്പിക്കണ്? ഇവിടെ 6ന്റെ ഗുണനപ്പട്ടിക അറിയണം. 1 6 6, 2 6 12 അല്ലേ? എങ്കിൽ 1 60 60, 2 60 120. ഹരണഫലം 2 കിട്ടി. ഇവിടെ ബാലൻസ് ശിഷ്ടമുണ്ടോ? ഇല്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഹരണഫലം എത്ര കിട്ടിയത്? 2. ആ 2 എന്നുള്ളത് മണിക്കൂറായിട്ട് പരിഗണിക്കുക.
എന്തായി പരിഗണിക്കുക? മണിക്കൂറായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? കിഴക്കല്ലേ നമ്മൾ കണ്ടെത്താൻ പറഞ്ഞത്? കിഴക്കല്ലേ? കിഴക്കാവുമ്പോൾ സമയം കൂടുകയാണ്. അപ്പം എന്ത് ചെയ്യുക? തന്ന സമയമായ 8 മണിയിലേക്ക് ഹരണഫലം വന്ന 2 മണിക്കൂർ കൂട്ടുക. അപ്പം എത്ര? 8 മണിയിലേക്ക് ഹരണഫലം വന്ന 2 മണിക്കൂർ കൂട്ടുമ്പോൾ 8 അല്ലേ? 9 പിന്നെ 10. ആൻസർ കിട്ടി. 10 AM. ദിവസം തന്നിട്ടുണ്ടെങ്കിൽ ദിവസം എഴുതണം. തിങ്കൾ. ചോദ്യത്തിൽ ദിവസം ഉണ്ട്. നിങ്ങൾ നേടി 1 മാർക്ക്. അടുത്തത് 60 ഡിഗ്രി ടൈം കണ്ടെത്തണം. ഇതൊരു മെത്തേഡാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ മെത്തേഡ് ഞാൻ ഇത് 3 ചെയ്തിട്ട് പറഞ്ഞുതരും. 60 ഡിഗ്രി ടൈം കണ്ടെത്തണം. അതിനുള്ള മാർഗം തന്നെ 60 × 4. × 4 എടുത്താൽ കിട്ടിയാൽ അറിയില്ലേ? ഭൂമിക്ക് 1 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 4 മിനിറ്റ്. അപ്പോൾ 4 0 0 4 6 24. അപ്പോൾ 240 മിനിറ്റ് കൂട്ടി കൊടുക്കണം കിഴക്കോട്ടാവുമ്പോൾ. 240 മിനിറ്റ് കൂട്ടാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 240 മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റുക. 240 ഹരിക്കണം 60. 0 0 വെട്ടും. അടക്കട്ടെ. 60ന്റെ ഗുണനപ്പട്ടിക, 6ന്റെ ഗുണനപ്പട്ടിക. 1 6 6, 2 6 12, 3 6 18, 4 6 24. എങ്കിൽ 4 60 240 ഉണ്ടാവും. ബാലൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഹരണഫലം എത്ര കിട്ടി? 4. ഈ ഹരണഫലം എന്തായി പരിഗണിക്കുക? മണിക്കൂറായിട്ട് പരിഗണിക്കുക. ഹരണഫലത്തെ മണിക്കൂറായിട്ട് പരിഗണിക്കുമ്പോൾ 8 മണിയിലേക്ക് ഹരണഫലം വന്ന 4 മണിക്കൂർ കൂട്ടി കൊടുക്കുക. 8 അല്ലേ? അതിക്ക് 4 മണിക്കൂർ കൂട്ടി കൊടുക്കുക. 9 10 11 12. യെസ്, 12 PM. തിങ്കൾ. ഉച്ചക്ക് 12 മണി. ആൻസറായി. ഇനി നമുക്ക് ഈ 90 സമയം കണ്ടെത്തണം. എഴുതേ ചെയ്ത മാർഗം തന്നെ. എങ്ങനെ? 90 × 4. 4 0 0 4 9 36. ഗുണിക്കാൻ അറിയണേ, ഗുണനപ്പട്ടിക പഠിക്കണേ. 360. അപ്പം എന്താ ചെയ്യേണ്ടത്? തന്ന സമയമായ 8 മണിയിലേക്ക് 360 മിനിറ്റ് കൂട്ടി കൊടുക്കുക. 360 മിനിറ്റ് കൂട്ടാൻ കഴിയോ? കഴിയൂല. കയ്യിലെങ്ങനെ അതിനെ എന്താ ചെയ്യുക? മണിക്കൂറിലേക്ക് മാറ്റുക. 360 ഹരിക്കണം 60. 360 എത്ര 60 ഉണ്ട് നോക്കുക. 36 എത്ര 6 ഉണ്ട് നോക്കുക. 5 6 30, 6 6 36. 360. ബാലൻസ് ഉണ്ടോ? ഇല്ല. അപ്പം എന്ത് ചെയ്യുക? തന്ന സമയമായ 8 മണിയിലേക്ക് ഹരണഫലം എത്ര കിട്ടിയത്? 6. ആ 6നെ മണിക്കൂറായിട്ട് പരിഗണിക്കുക. അപ്പം തന്ന സമയമായ 8 മണിയിലേക്ക് ഹരണഫലം വന്ന 6 മണിക്കൂർ കൂട്ടി കൊടുക്കുക. അപ്പം 8 അല്ലേ? 9 10 11 12 13. റെയിൽവേ ടൈം അല്ലത്. 13 1 മണിയാ. പിന്നെ 2. അപ്പം ആൻസർ 2 PM. തിങ്കൾ. കിട്ടിയോ? ഇതാണ് നമ്മളെ പുസ്തകത്തിലെ മെത്തേഡ്. സമയം കണക്കൂട്ടാൻ പുസ്തകത്തിലെ മെത്തേഡ് ഇതാണ്. നമുക്കിത് എളുപ്പമുണ്ട്, സ്വീകരിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്കൊരു മെത്തേഡ് ഉണ്ട്, നമ്മളെ ഡെവലപ്പ് ചെയ്തുണ്ടാക്കിയ മെത്തേഡ്. നിങ്ങൾക്ക് അതും ചെയ്യാം. ഏതൊരു പദ്ധതി ചെയ്താലും ഉത്തരം കിട്ടിയാൽ മതി, മാർക്കിടും. നോക്കാം. നമുക്ക് കണ്ടത് ഇതേപോലെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ നേരത്തെ വരച്ചാണത്. 0 ഡിഗ്രി. ഇവിടെ 15 മാർക്ക് ചെയ്യാം. ഇവിടെ 30, ഇവിടെ 45, ഇവിടെ 60, ഇവിടെ 75, ഇവിടെ 90. നമ്മൾ നേരത്തെ വരച്ചതല്ലേ ആ സമയമേഖലകൾ. ഇവിടെ 8 മണി തന്നു. എവിടെ? ഗ്രീൻവിച്ചിൽ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, 15 സമയം എത്ര കാരം? കിഴക്കാണ്. 1 മണിക്കൂർ കൂടിയ കാരം. ഇവിടെ 8 ഇവിടെ എത്ര? യെസ്, വെരി ഗുഡ്, 9. എങ്കിൽ 30 സമയം 10 AM. ഇതന്നല്ലേ ഇവിടെയും കിട്ടിയത്. ഗുണിക്കാനോ ഹരിക്കാനോ അറിയാത്തവർക്ക് ഈ മാർഗം സ്വീകരിക്കാം. ദെൻ ഇനി ഇവിടെ 30 കഴിഞ്ഞ 45. ഇനി അടുത്ത നമുക്ക് കണ്ടെത്തേണ്ട 60 ആണ്. 60 സമയത്ത് അവിടെ 10 ആണെങ്കിൽ ഇവിടെ 11. ഇവിടെ എത്ര കാലം? 12. അതിനല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്. ഇനി അടുത്ത ഇവിടെ 90 സമയം. ഇവിടെ 12 ആണെങ്കിൽ 75 1 മണി. 90 2 PM. 2 PM. തിങ്കൾ. ചോദിച്ചാൽ എഴുതൂലേ? ഏതാ നമുക്ക് എളുപ്പം? ഇതാ. ഓക്കെ, ഇതാവുമ്പോൾ ഗുണനമായിട്ടൊന്നും അറിയണ്ടെന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മതി. ഇനി ഇതേപോലെ നിങ്ങൾക്ക് ഏത് മാർഗം സ്വീകരിക്കണ്ടേ? ഈ രൂപം. ഓക്കെ, എന്നാൽ അത് ചെയ്തോളി. ഇനി നമുക്ക് പടിഞ്ഞാറ് 45 60 കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ ഇതേപോലെ വരയ്ക്കുമ്പോൾ ഇവിടെ 15, ഇവിടെ 30, ഇവിടെ 45, ഇവിടെ 60.
അപ്പോൾ ഈ പടിഞ്ഞാറുള്ള സമയം ഇവിടെ 8 ആണെങ്കിൽ പടിഞ്ഞാറ് 15 സമയത്തിലെ കാര്യം യെസ് 7. ഇവിടെ 7 ആണ്, ഇവിടെ എത്ര 6. കാരണം പടിഞ്ഞാറോട്ട് സമയം കുറയാണ്, ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റാണ് കുറയണത്. അപ്പോൾ ഇവിടെ 30 6 മണിയാണെങ്കിൽ 45 എത്ര 5 മണി. നമുക്ക് കണ്ടെത്തേണ്ടത് 45 ഡിഗ്രിയിലെ സമയമല്ലേ കണ്ടെത്തേണ്ടത്, എത്ര 5 AM. പിന്നെ കണ്ടെത്തേണ്ടത് 60 ഡിഗ്രിയാണ്. ഇവിടെ 5 ആണെങ്കിൽ 60 എത്ര സമയം 4, 60 സമയം 4 AM. ഇനി നമ്മളിത് ഗുണിച്ചും ഹരിച്ചൊന്ന് ചെയ്ത് നോക്കുക. ഏതായാലും ഇപ്പോൾ ആ മാർഗം നോക്കുക, ഏതായാലും ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. 45 സമയം കണ്ടെത്തണം. 45 × 4 4 5 20, ബാലൻസ് 2 4 4 16 16 2 18. 180 മിനിറ്റ് മൈനസ് ചെയ്യുക, 180 മിനിറ്റ് കുറക്കുക. 180 മിനിറ്റ് കുറക്കാൻ കഴിയില്ലെങ്കിൽ മണിക്കൂറിലേക്ക് മാറ്റുക. 180 ഹരിക്കണം 60. 60 എന്നാ കിട്ടിയേ 60 മിനിറ്റാണ് ഒരു മണിക്കൂറേ. അത് ലോജിക്കാ. അപ്പം എന്ത് ചെയ്യുക, ഈ 180 എത്ര 60 പോകുന്നുണ്ട് നോക്കുക. 6 ഗുണന പട്ടിക 1 6 6 2 6 12 3 6 18 എങ്കിൽ 3 60 180. ബാലൻസ് ഉണ്ടോ? ഇല്ല. എന്താ ചെയ്യേണ്ടത്? തന്ന സമയമായ 8 മണി, ആ 8 മണിയിൽ നിന്ന് ഹരണഫലം വന്ന 3 മണിക്കൂർ കുറക്കുക. ശരിക്കും ശ്രദ്ധിച്ചോളി, ഹരണഫലം കിട്ടിയ 3 അല്ലേ, ഹരണഫലം വന്ന ആ 3 മണിക്കൂറായിട്ട് പരിഗണിക്കുക. എന്നിട്ടോ തന്ന സമയമായ 8 മണിയിൽ നിന്ന് 3 മണിക്കൂർ കുറച്ചു കൊടുക്കുക. എങ്ങനെ കുറക്കും? 8 അല്ലേ, 3 മണിക്കൂർ കുറച്ച് നോക്കി. 7 6 5 കിട്ടിയോ? ആൻസർ 5 AM. അടുത്തത് 60 സമയം കണ്ടെത്തണം. 60 × 4 60 × 4 4 0 0 4 6 24. 240 മിനിറ്റ് കുറക്കുക. 240 മിനിറ്റ് കുറക്കാൻ കഴിയില്ല, മണിക്കൂറിലേക്ക് മാറ്റുക. 240 ഹരിക്കണം 60. 6 ഗുണന പട്ടിക 5 4 20 6 4 24. അപ്പോൾ 4 60 240. ഹരണഫലം കിട്ടും 4. ബാലൻസ് ഉണ്ടോ? ഇല്ല. അപ്പം എന്ത് ചെയ്യുക? തന്ന സമയമായ 8 മണിയിൽ നിന്ന് ഹരണഫലം എത്ര കിട്ടിയത് 4. ആ 4 മണിക്കൂർ മൈനസ് ചെയ്യുക. തന്ന സമയമായ 8 മണിയിൽ നിന്ന് ഹരണഫലം കിട്ടിയ 4 മണിക്കൂർ മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 8 അല്ലേ, 4 മണിക്കൂർ കുറച്ച് നോക്കുക. 7 6 5 4. ഇതാ അവിടെ കിട്ടി 4 AM. 2 വഴിയാം ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഏതും സ്വീകരിക്കാം. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നിങ്ങൾ ആ ചോദ്യം എഴുതിയിട്ടില്ലേ, ആണ് ചെയ്ത് നോക്കേണ്ടി. ഒഴിവുണ്ടാകുമ്പോൾ ഒഴിവ് നിങ്ങൾക്ക് ഉണ്ടാവില്ല, എന്നാലും ഉള്ള ഒഴിവിനനുസരിച്ച് ചെയ്ത് നോക്കുക. എനിക്കറിയാം നിങ്ങൾക്ക് തിരക്കാണ്, ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, എന്നാലും ഉള്ള ഒഴിവൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിട്ടോ. പരീക്ഷ എന്തായാലും നടക്കും, SSLC പരീക്ഷ എന്തായാലും നടക്കും. സ്കൂളുകളിലേക്ക് ആൻസർ പേപ്പറിൻ്റെ എണ്ണൊക്കെ ചോദിച്ച് വിളിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മെയിൽ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പരീക്ഷ നടക്കില്ല എന്ന് ആരും കരുതേണ്ട മക്കളെ. പരീക്ഷ നടക്കും. കൊറോണ എന്ന് കരുതിയിട്ട് ഉത്തരവിട്ട് കാര്യമില്ല. അടുത്തിലേക്ക് പോവാം. അടുത്ത ഇതേപോലെ തന്നെ ഒന്നുകൂടി ചെയ്ത് നോക്കുക. ഏറ്റവും സിമ്പിളായ മെത്തേഡ് നമ്മൾ ചെയ്ത് കേട്ടോ. ഇതേപോലെ തന്നെ 2 കൂടി ചെയ്യുക. എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. ചോദ്യം എഴുതിക്കോളി. ഗ്രീൻസ് സമയം ഞായറാഴ്ച ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതല്ലേ ഇഷ്ടമുള്ള ദിവസം, കല്യാണമൊക്കെ ഉണ്ടാകുന്ന ദിവസം അതല്ലേ. ഗ്രീൻസ് സമയം ഞായറാഴ്ച രാവിലെ 6 മണിയായിരിക്കുമ്പോൾ, ഗ്രീൻസ് സമയം ഞായറാഴ്ച രാവിലെ 6 മണിയായിരിക്കുമ്പോൾ താഴെ നൽകിയ രേഖാംശങ്ങളിലെ സമയം കണ്ടെത്തുക. ഗ്രീൻസ് സമയം ഞായറാഴ്ച രാവിലെ 6 മണിയായിരിക്കുമ്പോൾ താഴെ നൽകിയ രേഖാംശങ്ങളിലെ സമയം കണ്ടെത്തുക. ഗ്രീൻസ് സമയം ഞായറാഴ്ച രാവിലെ 6 മണിയായിരിക്കുമ്പോൾ താഴെ നൽകിയ രേഖാംശങ്ങളിലെ സമയം കണ്ടെത്തുക. താഴെ രേഖാംശം എഴുതിക്കോളി. 30 ഡിഗ്രി കിഴക്ക്, 90 ഡിഗ്രി കിഴക്ക്, 120 ഡിഗ്രി കിഴക്ക്. 30 ഡിഗ്രി കിഴക്ക്, 90 ഡിഗ്രി കിഴക്ക്, 120 ഡിഗ്രി കിഴക്ക്. അടുത്ത പടിഞ്ഞാറ് 15 ഡിഗ്രി പടിഞ്ഞാറ്, 45 ഡിഗ്രി പടിഞ്ഞാറ്, 90 ഡിഗ്രി പടിഞ്ഞാറ്. നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്? ആ വരച്ചുള്ള മെത്തേഡോ? ഓക്കെ, അങ്ങനെ ചെയ്യാം.
നോക്കൂ, ഇവിടെ ഒന്ന് നോക്കട്ടോ. ഗ്രീൻസ് സമയം തന്നു. എത്ര ഗ്രീൻസ് സമയം തന്നത്? 6 മണി. ഗ്രീൻസ് സമയം 6 മണി ആയിരിക്കുമ്പോൾ ദിവസം ഞായറല്ലേ, അപ്പോൾ ഗ്രീൻസ് സമയം ഞായറാഴ്ച രാവിലെ 6 മണി. ഞായർ രാവിലെ 6 മണി ആയാൽ കിഴക്ക് 30, 90, 120 എന്നീ രേഖാംശങ്ങളുടെ സമയം കണ്ടെത്താൻ. നോക്കൂ, ഇതാണ് വരച്ചേക്കുക. 15, 30, 45, 60, 75, 90, 105, 120, 135 ഇങ്ങനെ പോവുക. അതേപോലെ ഇങ്ങോട്ടും പടിഞ്ഞാറോട്ടും 15, 30, 45, 60, 75, 90. നോക്കൂ, ഗ്രീൻ സമയം തന്നു 6 മണി ആയാൽ കിഴക്ക് 30 ഡിഗ്രിയിലെ സമയം കണ്ടെത്തണം. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 15 സമയം, കിഴക്കോട്ട് സമയം കൂടി വരും, പടിഞ്ഞാറോട്ട് സമയം കുറഞ്ഞു വരും. പഠിപ്പിച്ച തിയറി അല്ലേ, ആ തിയറിയോട് അപ്ലൈ ചെയ്യുക. എത്ര മിനിറ്റാ കൂടുക? കിഴക്കോട്ട് 4 മിനിറ്റ് കൂടും, ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റ് കൂടും, ഓരോ 15 ഡിഗ്രിക്കും 1 മണിക്കൂർ കൂടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 6 ആണെങ്കിൽ ഈ 15 സമയം നിങ്ങൾ പറയും. ഓക്കെ 7 മണി. ഓക്കെ എങ്കിൽ 30ലോ 8 മണി. 30 സമയം കിട്ടി, 30 സമയം കിട്ടി. എത്ര? 8 AM. ഇനി 90 സമയം കണ്ടെത്തണം. 90 ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ 9, ഇവിടെ 10, ഇവിടെ 11, ഇവിടെ 12. 90 12 PM. ഇനി അടുത്ത 120. 120 സമയം കണ്ടെത്താം. ഇവിടെ 90 കഴിഞ്ഞാൽ 105, അവിടെ 1 PM. 120 വേണ്ട, അപ്പോൾ 2 PM. 120 സമയം 2 PM. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ഇതേപോലെ പടിഞ്ഞാറോട്ടും. പടിഞ്ഞാറ് 15, 45, 90 ഇതാ കണ്ടെത്തേണ്ടത്. ഇതാ 15 ഇവിടെ 6 മണി ഗ്രീൻവിച്ചിൽ. അപ്പോൾ ഇവിടെ 15 സമയം 1 മണിക്കൂർ കുറക്കുക. എത്ര? 5 കിട്ടി. 15 ഡിഗ്രി സമയം 5 AM. നമ്മൾ എണീക്കണ സമയം വായിക്കാനൊക്കെ ശീലമുള്ളവർക്ക്, നിങ്ങൾക്ക് ഉണ്ടോ എനിക്കറിയില്ല. ദെൻ ഇനി 45 കാണണം, 90 കാണണം. ഇവിടെ 15 6 മണിയാ. അപ്പോൾ ഇവിടെ 30 വേണ്ട. 30ൽ 5, ഇവിടെ 5 ആണെങ്കിൽ 30ൽ 4 മണി. 45ലോ 3 AM അല്ലേ? ഇനി 90 കാണണം. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 12. മിഡ് നൈറ്റ് അല്ലേ? മിഡ് നൈറ്റ് അർദ്ധരാത്രി അല്ലേ? ഓക്കെ. രാത്രി 12 മണിയെ വിളിക്ക പേരാണ് മിഡ് നൈറ്റ്. ഉച്ചക്ക് 12 മണിക്ക് നൂൺ, അങ്ങനെ ഞാൻ പറയാം. ചെയ്ത് നോക്കുക. കിട്ടിയോ? ഇനി അടുത്തൊരു മെത്തേഡിലേക്ക് നമ്മൾ പോകണം. അടുത്ത ചോദ്യം ചെയ്യാണ്. എഴുതിക്കോളൂ ചോദ്യം. ഗ്രീൻസ് സമയം തിങ്കളാഴ്ച രാവിലെ 9 മണിയായിരിക്കുമ്പോൾ, ഗ്രീൻസ് സമയം തിങ്കളാഴ്ച രാവിലെ 9 മണിയായിരിക്കുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും? ഗ്രീൻസ് സമയം തിങ്കളാഴ്ച രാവിലെ 9 മണിയായിരിക്കുമ്പോൾ ഇന്ത്യൻ സമയം എത്രയായിരിക്കും? ഗ്രീൻസ് സമയം തിങ്കളാഴ്ച രാവിലെ 9 മണിയായിരിക്കുമ്പോൾ, ഇവിടെ 9 9 AM ആയിരിക്കുമ്പോൾ, തിങ്കൾ ആയിരിക്കുമ്പോൾ ഇന്ത്യൻ സമയം എത്രയായിരിക്കും? ഇന്ത്യൻ്റെ സ്ഥാനം നമ്മൾ ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ട്. 82° കിഴക്ക്. ഇതല്ലേ കിഴക്ക്? 82 കറക്റ്റ് നടുവിൽ ഇവിടെ വരും. അവിടെ ഒന്നും ഗുണിക്കാനും ഹരിക്കാനും നോക്കണ്ട. നമ്മൾ ഇന്നലെ പഠിച്ച തിയറി ഉണ്ട്. ഇന്ത്യൻ സമയവും ഗ്രീൻസ് സമയം തമ്മിലുള്ള വ്യത്യാസം 5.5 മണിക്കൂറാണ്. ഇന്നലെ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇന്ത്യൻ സമയവും ഗ്രീൻസ് സമയം തമ്മിലുള്ള വ്യത്യാസം 5.5 മണിക്കൂറാണെന്നാ. അപ്പോൾ ഇന്ത്യ ഇവിടെ കിഴക്കിലാണ്. കിഴക്കാവുമ്പോൾ സമയം കൂടുതൽ കാലം കുറേ കാലം കൂടും. അപ്പോൾ ഇന്ത്യൻ സമയത്ത് ഈ ഗ്രീൻ സമയത്തേക്ക് 5 മണിക്ക് കൂട്ടി കൊടുക്കുക. ഇന്ത്യൻ്റെ കണ്ടെത്താൻ 9 അല്ലേ? 9ലേക്ക് 5.5 മണിക്കൂർ ആഡ് ചെയ്യുക. 10, 11, 12, 13 1 മണി, പിന്നെ 2 മണി, പിന്നെ അരയും കൂടി. അപ്പോൾ 2:30 PM. ക്വസ്റ്റ്യനിൽ ദിവസം ഉണ്ടെങ്കിൽ ആൻസറിൽ എഴുതണം ദിവസം തിങ്കൾ. കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ബുദ്ധി ഉപയോഗിക്ക്. ഇന്ത്യൻ സമയം തന്നു, രാവിലെ 9 മണി തന്നു. ഇന്ത്യൻ സമയം രാവിലെ 9 AM തന്നു. തിങ്കൾ തന്നെ ആയിക്കോട്ടെ. തിങ്കളാഴ്ച രാവിലെ 9 മണി തന്നു. എവിടെ? ഇന്ത്യയിൽ. എങ്കിൽ ഗ്രീൻവിച്ചിലെ സമയം എത്രയായിരിക്കും ചോദിച്ചത്. ഗ്രീൻവിച്ച് കണ്ടെത്താനുള്ള മാർഗം എന്താ? മാർഗം
കുറച്ച് കൊടുക്കുക. കാരണം ഇന്ത്യൻ്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്, ഇങ്ങോട്ട് സമയം കുറയാൻ ചെയ്യുക. ഇന്ത്യൻ്റെ ഈ ഭാഗത്താണ് ഗ്രീൻവിച്ച് ഉള്ളത്. അപ്പോൾ സമയം കുറയണം. എത്ര മണിക്കൂർ കുറക്കണം? 5.5 മണിക്കൂർ കുറക്കണം. 9 മണിയിൽ നിന്ന് 5.5 മണിക്കൂർ കുറച്ച് വെക്കുക. 9 അല്ലേ, 5.5 മണിക്കൂറാണ് കുറക്കേണ്ടത്. അപ്പോൾ 9 5.5 മണിക്കൂർ കുറച്ചാൽ 8, 7, 6, 5, 4 മണിയിൽ നിന്ന് അരമണിക്കൂർ കുറക്കണം. അപ്പോൾ എത്ര കിട്ടും? 3:30 AM. ദിവസം തിങ്കൾ തന്നെ. കാരണം രാത്രി 12 അപ്പുറത്തേക്കല്ലേ ഡേറ്റ് മാറുള്ളൂ. ദിവസം തിങ്കൾ. ചോദിച്ചാൽ ചെയ്തൂലേ? ഇപ്പോൾ നമ്മൾ 4 മെത്തേഡ് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഒന്ന്, ഗ്രീൻവിച്ച് തന്നിട്ട് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഈ കറക്റ്റ് സമയമേഖലയിലെ സമയം കണ്ടെത്താൻ. കിഴക്കോട്ടൊരു മെത്തേഡ്, പടിഞ്ഞാറോട്ടും കുറക്കാൻ നമ്മൾ പഠിച്ചു. പിന്നെ പഠിച്ചത് ഗ്രീൻവിച്ച് രേഖയുടെ സമയം തന്നിട്ട് ഇന്ത്യൻ സമയം കണ്ടെത്താൻ. അടുത്ത ഇന്ത്യൻ സമയം തന്നിട്ട് ഗ്രീൻവിച്ച് സമയം കണ്ടെത്താൻ. ആയില്ലേ? ഇനി 2 മെത്തേഡ് കൂടെ ഉണ്ട്, നോക്കാം. പഠിക്കാനുള്ളതാണ്. ഗ്രീൻവിച്ച് സമയം തന്നു. ഗ്രീൻവിച്ച് സമയം തന്നു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയിലെ സമയം കണ്ടെത്താനാണ് ചോദിക്കുന്നത്. ഒരു വർഷത്തെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഗ്രീൻവിച്ച് സമയം തന്നിട്ട് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയിലെ സമയം കണ്ടെത്താൻ. ഇവിടെ 0 അല്ലേ? ഇവിടെ 0 എന്നാൽ ഗ്രീൻവിച്ച് രേഖ. അവിടെ സമയം 10 AM, തിങ്കളാഴ്ച രാവിലെ, അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ 10 മണി തന്നു. എവിടെ? ഗ്രീൻവിച്ച് രേഖയിൽ. നമുക്ക് 180 ഡിഗ്രി, 135 കഴിഞ്ഞാൽ 150, 165, 180 ഇവിടുത്തെ സമയം കണ്ടെത്തണം. എവിടുത്തെ? അന്താരാഷ്ട്ര ദിനാങ്ക രേഖയിലെ സമയം കണ്ടെത്തണം. ഇവിടെ 10 മണി തന്നു, ഇവിടുത്തെ സമയം കണ്ടെത്തണം. അതിന് മാർഗം എന്താ വെച്ചാൽ, നമ്മൾ ലോകത്തെ എത്ര സമയമേഖല തിരിച്ചു? 24. അതിൽ ഇങ്ങോട്ട് 12 സമയമേഖലയാണ്, ഇങ്ങോട്ട് 12 സമയമേഖല നമ്മൾ ഇന്നലെ പഠിച്ച്. അങ്ങനെ അല്ലേ 12, 12, 24 കിട്ടിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്താണത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 12 മണിക്കൂറും കൂട്ടി കൊടുത്താൽ മതി അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കാണാൻ. 12 മണിക്കൂർ നോക്കുക. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 11, 12, ഉച്ചക്ക് 12 മണിയാണ്. 1 PM അല്ലേ? 1 PM ഇവിടെ, 2 PM, 3 PM, 4 PM, 5 PM, 6, 7, 8, 9, 10 PM. അപ്പോൾ നല്ല സുഖ. ഗ്രീൻവിച്ച് തന്ന അതേ സംഖ്യ ഇടുക. ഗ്രീൻവിച്ചിൽ AM ആണെങ്കിൽ ഇവിടെ PM. ഇതുള്ളൂ വ്യത്യാസം. ക്വസ്റ്റ്യനിൽ ഗ്രീൻവിച്ച് തന്നിട്ട് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയിലെ സമയം കണ്ടെത്താൻ ചോദിച്ചാൽ ഗ്രീൻവിച്ച് രേഖയിലെ സമയം 10 മണിയാണ് തന്നതെങ്കിൽ ഇവിടത്തും തന്നെ 10 തന്നെയാണ്. പക്ഷേ ഇവിടെ AM ആണ് തന്നതെങ്കിൽ ഇവിടെ PM. രാത്രി ഇവിടെ രാവിലെ 10 മണിയാണെങ്കിൽ ഇവിടെ രാത്രി 10 മണി. മനസ്സിലായോ? എവിടെ? അന്താരാഷ്ട്ര ദിനാങ്ക രേഖയിൽ രാത്രി 10 മണിയാണ്, രാവിലെയാണ് ഇവിടെ 10 മണി. ഇനി നേരെ തിരിച്ചു. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയിൽ സമയം തന്നു, രാവിലെ 10 മണി, രാത്രി 10 മണി തന്നു. അപ്പം ഗ്രീൻവിച്ച് എത്ര കാലം? രാവിലെ 10 മണി. അപ്പം ഇവിടെ AM ആണ് തന്നെങ്കിൽ ഇവിടെ PM. ഇനി ഇവിടെ PM വന്നെങ്കിൽ ഇവിടെ AM. അല്ല, ഇപ്പോൾ ഇവിടെ AM തന്നു, അന്താരാഷ്ട്ര ദിനാങ്ക രേഖയിൽ സമയം രാവിലെ 10 മണി തന്നു. അപ്പോൾ ഇവിടെ എത്ര കാലം? രാത്രി 10 മണി. രാത്രി 10 മണിയാകുമ്പോൾ തലേ ദിവസമാവും. ഇവിടെ തിങ്കളാഴ്ച തന്നത്, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ സമയം 10 PM തിങ്കള തന്നത്. 10 PM തിങ്കളാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ 10 AM ആണ്. 10 PM തിങ്കൾ, ഇവിടെ എത്തുമ്പോഴും 10 AM ആണ്, രാവിലെയാണ് അല്ലേ? പക്ഷെ ദിവസം തന്നെയാണ്, തിങ്കൾ തന്നെയാണ്. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ 6 മെത്തേഡായി. ഒന്ന്, ഗ്രീൻവിച്ച് രേഖയിലെ സമയം തന്നിട്ട് ഈ 15 ഡിഗ്രിയിലെ സമയം കണ്ടെത്താൻ, ഇങ്ങോട്ടും ഓരോ സമയമേഖലയിലെ സമയം കണ്ടെത്താൻ. പിന്നെ ഗ്രീൻവിച്ച് തന്നിട്ട് ഇന്ത്യ കണ്ടെത്താൻ. ഇന്ത്യ തന്നിട്ട് ഗ്രീൻവിച്ച് കണ്ടെത്താൻ, അത് എളുപ്പമായി. ഗ്രീൻവിച്ച് തന്നിട്ട് ഇന്ത്യ കണ്ടെത്താൻ 5.5 മണിക്കൂർ കൂട്ടി കൊടുക്കുക. ഇനി ഇന്ത്യ തന്നതെങ്കിൽ ഗ്രീൻവിച്ച് സമയം കണ്ടെത്താൻ 5.5 മണിക്കൂർ കുറച്ച് കൊടുക്കുക. ഇനി ഗ്രീൻവിച്ച് സമയം തന്നിട്ട് അന്താരാഷ്ട്ര ദിനാങ്ക സമയം കണ്ടെത്താൻ ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ കഴിയില്ല. ഇത് ഇങ്ങനെ വരക്കുക, എന്നിട്ട് ഓരോ മണിക്കൂർ ഇങ്ങോട്ട് ഇങ്ങനെ കൂട്ടി കൊടുക്കുക, ഇങ്ങോട്ട് ആണെങ്കിൽ ഓരോ മണിക്കൂർ കുറച്ച് കൊടുക്കുക. അതാണ് വഴി. ഒരിക്കലും തെറ്റില്ല ഈ രൂപത്തിൽ ചെയ്താൽ. മറ്റേ ഗുണനോ ഹരണോ പാളിയ തന്നെ പാടാൻ പാടില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗുണിക്കാനോ ഹരിക്കാനോ അറിയില്ല എന്നുള്ള വ്യക്തമായ സത്യം ആരും അറിയിക്കേണ്ട. ഇതെങ്ങനെ ചെയ്ത് നോക്കുക. റഫ് പേപ്പറിൽ ഇതൊന്നും ചെയ്യന്നെ. ഇനി പരീക്ഷയ്ക്കാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്താൽ മതി, സ്ഥലം അതിലുണ്ടാവുമല്ലോ. ഓക്കെ. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അത് ചെയ്യണമെങ്കിൽ
നോക്കൂ, ഒരു ചോദ്യം തന്നത് ഗ്രീനിച്ച് സമയം ഉച്ചക്ക് 12 മണിയായിരിക്കുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. ഗ്രീനിച്ച് സമയം ഉച്ചക്ക് 12 മണിയായിരിക്കുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും? ഇന്ത്യ ഗ്രീനിച്ച് രേഖയുടെ കിഴക്ക് ഭാഗത്ത് 82° കിഴക്കിലാണ്, ഇന്നലെ പഠിപ്പിച്ചാണ്. അപ്പോൾ ഗ്രീനിച്ച് സമയം ഉച്ചക്ക് 12 മണി ആയാൽ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും? ഇവിടെ 12 ആണെങ്കിൽ ഇവിടെ 82 ഇവിടെ വരുന്നത്, 75 90 അടിയിലാണ് 82 വരുന്നത്. അവിടെ 12 ആണെങ്കിൽ 1 2 3 4 5 5:30 PM അല്ലേ? അല്ലേടാ? ഓക്കെ, അടുത്ത് നമ്മോട് ചോദിക്കുകയാണ് ഗ്രീനിച്ച് സമയം ചോദ്യം എഴുതിക്കോളൂ, പുസ്തകത്തിലുള്ള ചോദ്യമാണ്, പേജ് നമ്പർ 18 ഉണ്ടാവും. ഗ്രീനിച്ച് സമയം തിങ്കളാഴ്ച രാത്രി 11 മണി. ഗ്രീനിച്ച് സമയം തിങ്കളാഴ്ച രാത്രി 11 മണി, തിങ്കൾ രാത്രി 11 മണി ആയിരിക്കുമ്പോൾ ജപ്പാനിലെ സമയം എത്രയായിരിക്കും? ചോദ്യമാണ്, ചോദ്യം എഴുതിക്കോളി. ഗ്രീനിച്ച് സമയം തിങ്കളാഴ്ച രാത്രി 11 മണി ആയിരിക്കുമ്പോൾ ജപ്പാനിലെ സമയം എത്രയായിരിക്കും? അത് നമുക്കറിയണം. ജപ്പാൻ്റെ സമയമേഖല 135° കിഴക്കിലാണ്. അപ്പോൾ കണ്ടെത്താനുള്ള മാർഗത നമ്മൾ സമയമേഖല വെക്കും. 15 30 45 60 75 90 105 120 135 പറയുമ്പോൾ കറക്റ്റ് അതിലുള്ള പോയിന്റാണ്. അപ്പോൾ കണ്ടെത്താനുള്ള മാർഗം ഇവിടെ 11 എണ്ണു എങ്കിൽ 135 സമയം കണ്ടെത്തണം. കിഴക്കാണ്, സമയം കൂടി വരില്ലേ ചെയ്യുക, കിഴക്കോട്ട്, കിഴക്ക് സമയം കൂടല്ലേ. അപ്പോൾ ഇവിടെ 11 ആണെങ്കിൽ ഇവിടെ 12, ഇവിടെ തിങ്കളാഴ്ച തന്നത് 12 ഡേറ്റ് മാറൂലേ, 12 ശേഷം ഡേറ്റ് മാറല്ലേ, തിങ്കളുള്ള ചൊവ്വാഴ്ചയാവും. അപ്പോൾ ആൻസർ ചൊവ്വാഴ്ച വരിക, കാരണം രാത്രി 11 മണി തന്നത് ക്വസ്റ്റ്യനിൽ. രാത്രി 11 മണി കഴിഞ്ഞാൽ പിന്നെ 12 ആണ്, 12 മണി മുതൽ പുതിയ ദിവസമാണ് വരുന്നത്. അപ്പോൾ ആൻസർ എന്തായാലും ചൊവ്വാഴ്ച വരിക. ഇവിടെ 11 ആണെങ്കിൽ ഇവിടെ 12 കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 ജപ്പാനിലെ സമയം കിട്ടി. 8 AM ചൊവ്വ. ഇതന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ ഗുണിച്ച് ഹരിച്ച് ചെയ്തില്ലേ, അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇതാകുമ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സമയം പാഴാക്കാതെ ഒരിക്കലും തെറ്റാതെ കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത്. ചെയ്തൂലേ? ഇനി പുസ്തകത്തിലുള്ളൊരു ചോദ്യമാണ്, ഇന്ത്യൻ സമയമാണ് ഇത് അവിടെ 75 90 അടിയിലെ കറക്റ്റ് മധ്യഭാഗത്തിലുള്ള 82° കിഴക്ക് അലഹബാദിലൂടെ കടന്നു പോകുന്ന ആ രേഖയിലെ സമയം തിങ്കളാഴ്ച രാത്രി 11 PM, തിങ്കൾ രാത്രി 11 മണിയാണ്. ആയാൽ ജപ്പാനിലെ സമയം കണ്ടുപിടിക്കുക അതാണ് ചോദിച്ചത്. ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാത്രി 11 മണി ആയിരിക്കുമ്പോൾ ജപ്പാനിലെ സമയം കണ്ടെത്തുക. ഇന്ത്യൻ്റെ സ്ഥാനം എവിടെയാണ്? 82° കിഴക്ക് 75° 90 കറക്റ്റ് നടുവിൽ, ഇവിടെ 11 മണിയാണ് തന്നത്. ആയാൽ ഈ 135 സമയം കണ്ടെത്തണം. ഇവിടെ 11 മണിയാണെങ്കിൽ ഈ 75 സമയം, ഇവിടെ 11 മണിയാണെങ്കിൽ 75 സമയം 10:30 കാലം. കാരണം എന്താ, 75-ൻ്റെയും 82-ൻ്റെയും ഇടയിൽ 7 വ്യത്യാസമാണ്. ഇനി 82-ൽ നിന്നും 90-ലേക്കും 7° വ്യത്യാസം ഉണ്ടാകുക. അപ്പോൾ ഇവിടെ 11 മണിയാണെങ്കിൽ ഇവിടെ 11:30 ഉണ്ടാകുക. എവിടെ? 90-ൽ. ഇന്ത്യയിൽ 11 മണിയാണെങ്കിൽ 90-ൽ 11:30, 105-ലോ 12:30, ഇവിടെയോ 1:30, 135-ൽ 2:30, 2:30 AM ദിവസം മാറും ചൊവ്വേകാലം. കാരണം ഇവിടെ തിങ്കളാഴ്ച രാത്രി 11 മണി തന്നത്, തിങ്കളാഴ്ച രാത്രി 11 മണി ആകുമ്പോൾ രാത്രി 11:30 12 ആകുമ്പോഴേക്ക് ഡേറ്റ് മാറി. 12 ആകുമ്പോൾ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പോകുന്നത് തിങ്കൾ കഴിഞ്ഞാൽ ചൊവ്വല്ലേ വരിക. ഇത് നിങ്ങളെ പുസ്തകത്തിലുള്ള ചോദ്യമാണ്, കേട്ടില്ലേ? അപ്പോൾ ആൻസർ ചെയ്യൂല നിങ്ങൾ. ഓക്കെ, തൽക്കാലം നമ്മൾ ഈ ചാപ്റ്ററിൽ ഏകദേശം എല്ലാ പ്രോബ്ലവും ചെയ്തു കഴിഞ്ഞു. മാക്സിമം ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക ചെയ്യാം. ഓക്കെ, ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു.